കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവസന്നിധിയിലെ തിരുവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട വലിയ രണ്ട് വിഷയങ്ങളാണ് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും. കഴിഞ്ഞ ക്ലാസ്സിൽ ദാനിയേൽ പ്രവചനത്തെ കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി. ഇന്ന് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ആമുഖമായ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, സകല ബൈബിൾ പ്രവചനങ്ങളുടെയും താക്കോലായിട്ടാണ് ദാനിയേൽ പ്രവചനത്തെ നാം മനസ്സിലാക്കേണ്ടത്. ദാനിയേൽ പ്രവചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പഠിക്കുവാൻ കഴിയൂ. ഈ രണ്ട് പുസ്തകങ്ങളും ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. എസ്കറ്റോളജിക്കൽ ബുക്സ്. പ്രധാനമായി ഭാവി കാലത്ത് നടക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഗ്രഹിക്കേണ്ട അതിപ്രധാനമായ 4 ഭാവികാല സംഭവങ്ങളുണ്ട്. അതൊന്ന് ഡെത്താണ്, മരണം. 2 ന്യായവിധിയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. 3 ഹെവൻ, സ്വർഗം. 4 നരകം. അന്നേരം ഒരു വിശ്വാസി മരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ബോധ്യമുള്ളവരായിരിക്കണം. ഭാവികാല സംഭവങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പ്രധാനമായ 3 മതങ്ങളുണ്ട്. ഒന്ന് ജുഡായിസം, യഹൂദ മതം. ഭാവികാല മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ വിശ്വസിക്കുന്നവരാണ്. 2 ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയ മതവും ഭാവികാലത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. 3 ഇസ്ലാം റിലീജിയൻ, അതും ഭാവികാലത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ മൂന്നാമത്തെ പറഞ്ഞേ. മൂന്നാമത്തേത് ഇസ്ലാം. എന്തോ? ജുഡായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. യഹൂദ മതം, ക്രിസ്തീയ മതം, ഇസ്ലാം മതം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. മതി. ഇവിടെ 2 പ്രധാനപ്പെട്ട പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് വെളിപ്പാട് എന്നുള്ള പദം.
ഗ്രീക്കിൽ അപ്പോകാലിപ്സിസ്, APOKALUPSIS, മറ നീക്കുക, കർട്ടൻ മാറ്റി കർട്ടൻ അപ്പുറത്തിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നത് പോലെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മറ നീക്കി കാണിച്ചു. നമുക്കറിയാമല്ലോ, ചിലരൊക്കെ ചില പ്രതിമയൊക്കെ അനാച്ഛാദനം ചെയ്യാൻ നേരം ആ കർട്ടൻ അങ്ങ് മാറ്റുമ്പോഴാണ് ആ കർട്ടന്റെ പിന്നിലിരിക്കുന്ന പ്രതിമയെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞ പോലെ ദാനിയേൽ പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു, ദാനിയേൽ നീ പൊക്കൊള്ളുക, നീ കണ്ടതെല്ലാം മുദ്രയിടുക, നീ അത് വെളിപ്പെടുത്തണ്ട. എന്നാൽ പത്മോസിലായ യോഹന്നാനോട് കർത്താവ് പറയുകയാണ്, നീ ഇപ്പോൾ കാണുന്ന എല്ലാം പ്രദർശിപ്പിക്കണം, അത് വെളിപ്പെടുത്തണം. രണ്ട് ഡ്യൂട്ടി രണ്ട് ദൈവാസന്മാർക്ക് ദൈവം കൊടുത്തു. ചിലരെ ദൈവം ചിലത് കാണിച്ചെങ്കിലും അത് വെളിപ്പെടുത്താൻ അനുവാദം കൊടുത്തില്ല. ചിലരെ ദൈവം ചിലത് കാണിക്കും, അത് വെളിപ്പെടുത്തുകയും ചെയ്യണം. മനസ്സിലായോ? അന്നേരം നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കേണ്ടടുത്ത് സൈലന്റ് ആയിട്ടിരിക്കണം, നമ്മൾ പറയേണ്ടടുത്ത് നമ്മൾ പറയുകയും ചെയ്യണം. അതൊക്കെ ദൈവത്തിന്റെ നിയോഗപ്രകാരമായിരിക്കണം എന്നുള്ള കാര്യവും പ്രത്യേകം നമ്മൾ ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എന്താ ഈ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞ എന്താ പ്രദർശിപ്പിക്കുക? നമ്മൾ ചില കടകളിലൊക്കെ ചെല്ലുമ്പം പിന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും കാണത്തക്കോണം അവിടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്, അല്ലേ? ചില ടെക്സ്റ്റൈൽസ് ഒക്കെ ചെല്ലുവാണെങ്കിൽ നല്ല സാരിയൊക്കെ ഇങ്ങനെ ഒരു പ്രതിമ ഉടുപ്പിച്ചേക്കും, അന്നേരം ആ സാരി ഡിസ്പ്ലേ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പലതും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എല്ലാവരും കാണണം, എല്ലാവരും കാണുകയും കാണേണ്ട വിധത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്, അല്ലേ? സ്തോത്രം. എല്ലാവരും കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാനോട് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്കിലും പറയാം. വെളിപ്പാട് പുസ്തകം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഓർമ്മയുള്ളവർക്കൊന്ന് പറയാം. വെളിപ്പാട് പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ പറയാമോ? വെളിപ്പാട് 1:19. അതെ, വെളിപ്പാട് പുസ്തകം 1:19. നിങ്ങൾ അതൊരിക്കലും മറക്കല്ല. ഈ വാക്യം പഠിച്ചില്ലെങ്കിൽ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം എന്താന്ന് പോലും ഒരു പിടി കിട്ടത്തില്ല. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് വായിച്ചാട്ടെ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. നോക്കിക്കേ, ഇതാണ് വെളിപ്പാട് പുസ്തകം. 22 അധ്യായങ്ങളുള്ള ഈ വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ആദ്യത്തേത് യോഹന്നാനോട് കർത്താവ് പറയുകയാണ്, യു റൈറ്റ് ഡൗൺ വാട്ട് യു ഹാവ് സീൻ. നീ കണ്ടത് എഴുതുക. എന്താണ് യോഹന്നാൻ കണ്ടത്? യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയാണ് യോഹന്നാൻ കണ്ടത്, അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥ യോഹന്നാൻ കണ്ടു. മാത്രമല്ല, ആ യോഹന്നാൻ യേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥ കാണുമ്പോൾ തന്നെ ആ കർത്താവ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുകയല്ലേ? പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, അതിന് മധ്യത്തിലുള്ളവൻ. എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 2 കാര്യം ചിന്തിച്ചോണം. നമ്മുടെ കർത്താവ് ഇന്നും ജീവിച്ച്
സ്വർഗത്തിൽ അവൻ വസിക്കുമ്പോൾ തന്നെ ദൈവസഭയുടെ നടുവിൽ നടക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് ഉയരത്തിലാണെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. യോഹന്നാനോട് പറയുകയാണ്, നീ കണ്ടത് എഴുതണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയെ കുറിച്ച് നീ എഴുതണം. യേശുവിന്റെ പൊസിഷൻ നീ എഴുതണം. ദൈവസഭയുടെ നടുവിലാണ്. രണ്ടാമത് പറയുകയാണ്, സ്തോത്രം, നീ കണ്ടതും ഇപ്പോഴുള്ളത്, the things which are at present, ഇപ്പോഴുള്ളത് ദൈവസഭയാണ്, കൃപായുഗമാണ്, പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ ദൈവസഭ. അന്നേരം സഭയെ കുറിച്ച് നീ എഴുതണം. അടുത്തത് പറയുകയാണ്, the things which are going to happen, സംഭവിക്കാൻ പോകുന്നത്. അന്നേരം തേജസ്കരിക്കപ്പെട്ട അവസ്ഥയെ കുറിച്ച് 1-ാം അധ്യായത്തിലും ദൈവസഭകളെ കുറിച്ച് 2-3 അധ്യായങ്ങളിലും മേലാൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് തരംതിരിക്കാം. 1-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥ. 2-3 അധ്യായങ്ങൾ ഏഷ്യ മൈനറിലുള്ളതായ 7 സഭകൾക്കുള്ള ദൂത്. 3-ാം ഡിവിഷൻ, അതെ, മേലാൽ സംഭവിപ്പാനുള്ളത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ. ഇനി എന്താണ് മേലാൽ സംഭവിപ്പാനുള്ളത്? ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്. യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്. അത് കഴിയുമ്പോൾ ഭൂമിയിൽ മഹോപദ്രവ കാലഘട്ടം, അത് 7 വർഷമുണ്ട്. അത് കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത ഒലൂമലയിൽ, പിന്നെ ഹർമഗദോൻ യുദ്ധം, പിന്നെ 1000 ആണ്ട് വാഴ്ച, അത് കഴിയുമ്പോൾ ഗോഗ് മാഗോഗ് യുദ്ധം, അന്ത്യ ന്യായവിധി, പുതിയ ആകാശവും പുതിയ ഭൂമിയും, പുതിയ യെരൂശലേം, നിത്യത. ഈ പ്രധാനപ്പെട്ട 9 കാര്യങ്ങളാണ് മേലാൽ സംഭവിപ്പാനുള്ളത്. മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് അല്ലെങ്കിൽ രഹസ്യ വരവ്. 2, എതിർ ക്രിസ്തുവിന്റെ പീഡനകാലം അല്ലെങ്കിൽ മഹോപദ്രവ കാലഘട്ടം എന്ന് പറയും. യേശു ക്രിസ്തുവിന്റെ മഹോദര കാലഘട്ടം, എതിർ ക്രിസ്തുവിന്റെ മഹോദര കാലഘട്ടം 7 വർഷമാണ്. അതിനുശേഷം നമ്മുടെ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. ആ സമയത്ത് ഹർമഗദോൻ യുദ്ധമുണ്ടാകും. അവിടെ യേശു ക്രിസ്തു ജയിക്കും. ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം സാത്താനെ 1000 വർഷത്തേക്ക് ബന്ധിക്കും. 1000 ആണ്ട് വാഴ്ച സ്റ്റാർട്ട് ചെയ്യും. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടും. അന്നേരമാണ് ലോകത്തിലെ ഏറ്റവും ഒടുവിലത്തെ യുദ്ധം നടക്കാൻ പോകുന്നത്, ഗോഗ് മാഗോഗ് യുദ്ധം. പിന്നെ യുദ്ധമില്ല. ആ ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വലിയ വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല ദുഷ്ടന്മാരെയും ന്യായം വിധിക്കും. ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. അതാണ് അന്ത്യ ന്യായവിധി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പഴയ ഭൂമിയും ഈ പഴയ ആകാശവും പാപമംഗലമാവുന്ന ഈ ഭൂമി ആകാശവും എല്ലാം മാറിപ്പോവും. എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. പിന്നെ പുതിയ യെരൂശലേമിൽ നമ്മൾ പാർക്കും. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്.
22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിത്യത. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തെ ഏഴുകളുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. ഏഴുകളുടെ ദ ബുക്ക് ഓഫ് സെവൻസ്, ഏഴുകളുടെ പുസ്തകം. അനവധി ഏഴുകൾ നമുക്ക് കാണാൻ കഴിയും. ചിലതൊന്ന് പറയാമോ? നിങ്ങൾക്കറിയാവുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഏഴുകളെ കുറിച്ചൊന്ന് പറയാമോ? 7 നക്ഷത്രം, ആ, 7 ഏഴ് നിലവിളക്ക്, നക്ഷത്രം. ആ, 7 നിലവിളക്ക്, 7 കാഹളം, 7 കാഹളം, 7 സഭകൾ. ആ 7 നിലവിളക്ക്, 7 കാഹളം, 7 നിലവിളക്ക്, 7 ക്രോധകലശങ്ങൾ, 7 ആത്മാക്കൾ. 7 ആത്മാക്കൾ. അതെ, 7 മുദ്ര. അതിന്റെ ഓർഡർ അനുസരിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ക്രോധകലശമൊക്കെ ഏറ്റവും ഒടുവിലത്തെയാണ്. 7 മുദ്ര, 7 കാഹളം, 7 ക്രോധകലശം, അങ്ങനെ പറയണം കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ. ആദ്യത്തെ ന്യായവിധി 7 മുദ്രയാലുള്ള ന്യായവിധിയാണ്. രണ്ടാമത്തെ ന്യായവിധി 7 കാഹളങ്ങളാലുള്ള ന്യായവിധി. നമുക്കതൊക്കെ പിന്നെ പഠിക്കാം. മൂന്നാമത്തേത് 7 ക്രോധകലശമാണ് ന്യായവിധി. 7 കൊമ്പ്, 7 തല, 7 മല, അല്ലേ? ഒരുപാട് ഏഴുകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഗുഡ്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 3 ചിന്തകൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്ന്, ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യോഹന്നാൻ ഇത് എഴുതുന്ന കാലത്ത് നടന്നതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. മറ്റൊരു കൂട്ടർ ചിന്തിക്കുന്നത് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. മൂന്നാമത്, ഇത് ഈ ഭാവിയിൽ നടക്കാനുള്ളതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം പലരും പല നിലകളിൽ വ്യാഖ്യാനിക്കും. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം പുറത്തുനിന്നല്ല നമുക്ക് കിട്ടുന്നത്, ഇതിനകത്തുനിന്ന് തന്നെയുണ്ട്. ഇന്ന് ലോകത്തിൽ ഒത്തിരി പ്രവചനങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം ഒരു പ്രവചനമാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. ഒത്തിരി പേര് പ്രവചിച്ചിട്ടുണ്ട്. നിങ്ങളോടൊക്കെ പലരും പ്രവചിച്ച് കാണും. ചിലത് നടന്നിട്ടുണ്ട്, ചിലത് നടന്നിട്ടില്ല. ഈ കാലാവസ്ഥ പ്രവചനം പോലെ ഉള്ളതല്ല ദൈവത്തിന്റെ വചനം. കാലാവസ്ഥ പ്രവചനത്തിന് എന്താ പ്രത്യേകത പറഞ്ഞേ? സാധ്യതയുണ്ട്, ഇരിക്കാനും സാധ്യതയുണ്ട്. സാധ്യത. അന്നേരം അന്തരീക്ഷം മനസ്സിലാക്കി. ബൈബിള് നമ്മൾ പഠിച്ചാൽ മേ ബി അല്ലെങ്കിൽ പെർഹാപ്സ് എന്നുള്ള പദം ഇല്ല. ദൈവം ഒരിക്കലും ഒരു പക്ഷേ അത് സംഭവിക്കാം എന്ന് പറയത്തില്ല. ഒരു പക്ഷേ അത് നടക്കാമെന്ന് പറയത്തില്ല. ഭയങ്കര ആകൃതിയാണ് ബൈബിൾ പ്രവചനത്തിനൊക്കെ. ദൈവത്തിന് സ്തോത്രം. കാരണം 2 പത്രോസ് 1:20 മുതൽ 22 വരെ ഒന്ന് വായിക്കണം. 2 Peter chapter 1 verses from 20 through 22 വായിക്കാമോ? തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളേണം. എന്തിവിടെ മനസ്സിലായി? ഒരു മിനിറ്റ്. എന്ത് മനസ്സിലായി? തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല. ആരെങ്കിലും സ്വന്തം ഇഷ്ടത്താൽ പറഞ്ഞു പിടിപ്പിച്ചതല്ല തിരുവഴുത്തിലെ പ്രവചനങ്ങൾ. അതാദ്യം നമ്മൾ ഗ്രഹിക്കണം. അടുത്തത്,
പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ആ അടുത്തത്. ദൈവകൽപ്പനയാൽ ആ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ആമേ. നീ സംസാരിക്കടാ എന്ന് പറഞ്ഞ് ദൈവം കൽപ്പിച്ച് അവന്റെ വായിൽ കൂടെ പറഞ്ഞ കാര്യമാണ്. അതിന് ഒഴിവൊഴിവില്ല, എക്സ്ക്യൂസ് ഉള്ളതല്ല അത്. അത് അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അന്നേരം പരിശുദ്ധാത്മാവിന് നിയോഗം പ്രാപിച്ച് ദൈവത്തിന്റെ കൽപ്പനയാൽ പറഞ്ഞ കാര്യങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ. അതൊന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവചനം 46:10 നിങ്ങൾ വായിക്കണം. യെശയ്യാ 46:10. ദൈവം എന്നെ പോലെ യെശയ്യാ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്തിന് മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആമേൻ. ആലോചന പൂർത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് അന്നേരം ഞാൻ പറയും. എന്താ ഇവിടെ വായിക്കുന്നത്? ആരംഭത്തിങ്കൽ അവസാനം കാണും. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ അവസാനത്തെ കുറിച്ച് അറിയാൻ പറ്റും? നമ്മള് പല കാര്യങ്ങൾ തുടങ്ങും. ഒരു ചർച്ച ആകട്ടെ, ഒരു കമ്പനി ആകട്ടെ, മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ആകട്ടെ. പക്ഷെ അതിന്റെ എൻഡ് നമുക്കറിയത്തില്ല എന്താ. അതറിയുന്നത് ദൈവം മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചനം പഠിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തുടക്കം മാത്രം നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവം. നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. ദൈവവചനം പറയുകയാണ്, ആരംഭത്തിങ്കൽ അവസാനം കാണുന്നത്. അങ്ങനെയാണ് ഇത് ആരും നിരാശപ്പെടേണ്ട, വിഷമിക്കേണ്ട. സ്തോത്രം. നിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ സെക്യൂറാണ്. ആരംഭത്തിങ്കിൽ അവസാനം കാണുകയും പിന്നെന്തോ നമ്മൾ വായിച്ചത് 46:10, യെശയ്യാ 46:10 നമ്മൾ വായിച്ചതിലും അടുത്ത വാക്യം നോക്കിക്കേ. വളരെ മേലാൽ പ്രധാന സംഭവിക്കാനുള്ളതും ഉറക്കെ വായിച്ചു. ഞാൻ പ്രസ്താവിക്കുന്നു. മേലാൽ സംഭവിപ്പാനുള്ളത്. ലോകത്തിൽ ഭാവികാല സംഭവങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ കഴിവുള്ളത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന് മാത്രമാണ്. എന്റെ തൊട്ട് താഴത്തെ ഒരു വാക്യം കിടപ്പുണ്ട്, അതോടൊന്ന് വായിച്ചേ. എന്റെ ആലോചന നിവൃത്തിയാകും. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആരുടെ എല്ലാം ആലോചന നിന്റെ ജീവിതത്തിൽ നിവൃത്തിയാകാതെ വന്നാലും ദൈവത്തിന്റെ ആലോചന നിവൃത്തിയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചന നിവൃത്തിയാകും. സ്തോത്രം. ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ദ റെവലേഷൻ ഈസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. എന്താണത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1 തീമോഥെയോസ് 3:16. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? 1 തീമോഥെയോസ് 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം എല്ലാ വേദവിദ്യാർത്ഥികളും ഇത് മനസ്സിലാക്കി വെച്ചോണം. എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്?
1 തീമോഥെയോസ് 3:16 God was manifested in the flesh. flesh. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഇതൊരു ചെറിയ സംഭവമല്ല കേട്ടോ. Amen. ജീസസ് ജഡത്തിൽ വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും സമീപിക്കാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു. സൂസൻ സിസ്റ്റർക്കും സീന സിസ്റ്റർക്കും കുവൈറ്റിലെ നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾക്കും സോഫി സിസ്റ്റർക്കും ആർക്കും Yes, Lord. എവിടെ ഇരുന്നു സമീപിക്കാൻ കഴിയുന്ന ഒരു ദൈവം അവൻ ജഡത്തിൽ വെളിപ്പെട്ടതാണ്. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്കും യേശുവിന്റെ അടുക്കൽ വരാം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷകളെ കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നില്ലേ? ഭിക്ഷക്കാർക്കും കുഷ്ഠരോഗികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം എന്റെ കർത്താവിന്റെ അടുക്ക വരാം. He was a public one always. ഇന്നത്തെ മതമേലധ്യക്ഷന്മാരുടെ അടുക്കലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വരാൻ പറ്റൂ? അവർ നിന്ന് തരുവോ? സ്റ്റേജിൽ പ്രസംഗിക്കുന്ന വലിയ പ്രസംഗകര് പോലും അവർ പ്രസംഗം കഴിഞ്ഞ് മനുഷ്യന് മുഖം കൊടുക്കാതെ ഓടിപ്പോ. മനസ്സിലായോ? എന്നാൽ നമ്മുടെ കർത്താവിന് നമ്മുടെ അടുക്കൽ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റും, അല്ലേ? ജീസസ് യഹൂദന്മാർ വിചാരിച്ചത് യേശു കൊട്ടാരത്തിൽ ജനിക്കുമെന്നും ആ പ്രൗഢിയിൽ ജീവിക്കുമെന്നും ഒക്കെ വിചാരിച്ചു. പക്ഷെ അവരുടെ ചിന്തകൾക്കപ്പുറത്താണ് യേശു വന്നതും ജീവിച്ചതും. അതുകൊണ്ടാണ് അവർക്ക് യേശുവിനെ മശീഹ ആയിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് യഹൂദന്മാർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നാ. നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്, അല്ലേ? ലോകം അവനെ കല്ലെറിഞ്ഞു, ലോകം അവനെ ഭ്രാന്തനെന്ന് വിളിച്ചു. സ്തോത്രം. ഹിസ് ലൈഫ് വാസ് ഓപ്പൺ ടു ഓൾ. എല്ലാവർക്കും അവന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ആമേൻ. എന്നിട്ട് പോലും ജനത്തിന് യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാര് പോലും പലപ്പോഴും അവനിൽ വിശ്വസിക്കാതെ പോയിട്ടുണ്ട്, അല്ലേ? യേശുവിന്റെ മഹത്വം കണ്ട പത്രോസ് പോലും, മറുരൂപമലയിൽ യേശുവിന്റെ മഹത്വം കണ്ട പത്രോസ് പോലും യേശുവിനെ തള്ളി പറഞ്ഞില്ലേ? അതിനെ കർത്താവ് തീരുമാനിച്ചു. സ്തോത്രം. എന്റെ മഹത്വം എല്ലാവരും അറിയണം. അതിനാണ് ഈ വെളിപ്പാട് പുസ്തകം. യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം തിരിച്ചറിയാതെ പോയ സമൂഹത്തിന്റെ നടുവിൽ കർത്താവ് ഇനി ഒരിക്കൽ കൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ ഒന്ന് ചേർത്ത് വായിക്കാമോ? എഫേസ്യ ലേഖനം 1:20-21. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി
എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. ഈ മർമ്മം ഗ്രഹിച്ചാൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകത്തില്ല കേട്ടോ. ഇതെന്നാ സംഭവം ഈ വായിച്ചത്? സ്തോത്രം. ഇപ്പോൾ ഈ വായിച്ച വിഷയത്തിന്റെ മഹത്വം വിവരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന ആരംഭങ്ങളുടെ പുസ്തകമാണ്. നമുക്കറിയാം, പാപത്തിന്റെ ആരംഭം, ശാപത്തിന്റെ ആരംഭം, കണ്ണുനീരിന്റെ ആരംഭം, ദുഃഖത്തിന്റെ ആരംഭം, മനുഷ്യന്റെ ആരംഭം, വിവാഹത്തിന്റെ ആരംഭം, മരണത്തിന്റെ ആരംഭം, ജാതികളുടെ ആരംഭം, ഭാഷയുടെ ആരംഭം, സമയത്തിന്റെ ആരംഭം, രാത്രിയുടെ ആരംഭം. ഇങ്ങനെ ഒരുപാട് ആരംഭങ്ങളുടെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. എന്നാൽ വെളിപ്പാട് പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമല്ല, ഫലത്തിന്റെയും അവസാനത്തിന്റെ പുസ്തകം. എന്തൊക്കെയാ വെളിപ്പാട് പുസ്തകത്തിൽ നാം അവസാനമായിട്ട് കാണുന്നേ? ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം പ്രവേശിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി മരണം ഉണ്ടാകുകയില്ല എന്നുള്ള ഡിക്ലറേഷനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ച് ആദാമിനെ ഹവ്വയെയും തോൽപ്പിക്കുമ്പോൾ അവിടെ ജയിച്ചത് സാത്താനാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ പരാജയപ്പെടുന്ന രംഗമാണ് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അശുദ്ധിയുടെ പ്രവേശനമെങ്കിൽ ഒരു അശുദ്ധനും ദൈവത്തോടുകൂടെ വസിക്കുകയില്ല. അശുദ്ധിയുടെ അവസാനം നമുക്കവിടെ കാണാൻ കഴിയും. സൂര്യനില്ലാത്ത കാലഘട്ടം. ഇപ്പോൾ സൂര്യനുണ്ടല്ലോ. ഈ പഴയ ആകാശവും പഴയ ഭൂമിയും ഇല്ലാത്തൊരു കാലഘട്ടം. അങ്ങനെ എന്തെല്ലാം സാത്താൻ സൃഷ്ടിച്ചു കൊണ്ടുവന്നു അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജയം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രത്യേകത, ഒന്നാം അധ്യായം 1 വാക്യം കൂടെ ഒന്നുകൂടി വായിക്കാമോ? 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ. ഇത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത കണ്ടുപോകണം. വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. മനസ്സിലായോ? വേഗത്തിൽ സംഭവിപ്പാനുള്ളത് അതല്ലേ നമ്മള് 1:19 വായിച്ചത്. മേലാൽ സംഭവിപ്പാനുള്ളത്. എന്താണിത്? വേഗത്തിൽ സംഭവിക്കാൻ പോകും. എനിക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഭാവി പറയുന്ന പുസ്തകം. ഈ പ്രപഞ്ചത്തിന്റെ ഭാവി പറയുന്ന പുസ്തകം. ദൈവസഭയുടെ ഭാവി പറയുന്ന പുസ്തകമാണ്. ദുഷ്ടന്റെ ഭാവി പറയുന്ന പുസ്തകമാണ്. നമ്മൾ പഠനത്തിന് വേണ്ടി വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് തരം തിരിച്ചു. 1:19. എങ്കിലും അല്പം കൂടെ വിശാലമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ തരാൻ പോവാം. ആദ്യത്തെ 3 അധ്യായങ്ങൾ
ജീസസ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. യേശു ക്രിസ്തു സഭയുടെ തലയാണെന്ന് വെളിപ്പെടുത്തുന്നു. നാല് അഞ്ച് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ റിഡീമർ. യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. ആറാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ നമുക്കറിയാം അത് മഹോദര കാലഘട്ടത്തെ കുറിച്ചാണ്. എങ്കിലും നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ജഡ്ജ്. അവൻ ന്യായാധിപനാണ്. അവൻ ന്യായം വിധിക്കുന്നവനാണ്. 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കിങ് ഓഫ് കിങ്സ്. രാജാതിരാജാവാണ്. എന്ന് പറയാമോ ഈ 4 കാര്യങ്ങൾ? യേശു ക്രിസ്തു സഭയുടെ തലയാണ്. യേശു ക്രിസ്തു Redeemer. വീണ്ടെടുപ്പുകാരനാണ്. യേശു ക്രിസ്തു ന്യായാധിപനാണ്. യേശു ക്രിസ്തു രാജാതിരാജാവാണ്. അതിന്റെ അധ്യായങ്ങളോടൊക്കെ പഠിച്ചോണം കേട്ടോ. എനിക്ക് ആ 3-ാം വാക്യം ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്യമാണ്. അതിനകത്തൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് കിടപ്പുണ്ട്. സ്പെഷ്യൽ ബ്ലെസ്സിങ് കേൾപ്പിക്കുന്നവനും വായിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. Amen. How many of you want the special blessing from God? ദൈവത്തിൽ നിന്ന് ഈ പ്രത്യേക അനുഗ്രഹം വേണ്ടി എത്ര പേരുണ്ട്? നോക്കിക്കേ. ഈ വെളിപ്പാട് പുസ്തകം വായിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തന പുസ്തകം വായിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല എഴുതിയത്. അത് നമ്മൾ സാധാരണ എല്ലാവരും വായിക്കുന്ന. പക്ഷെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വായിക്കാൻ. വെളിപ്പാട് പുസ്തകം നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം ഏതാ? ബൈബിളിൽ 66 പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണോ, സങ്കീർത്തനമാണോ, സുവിശേഷമാണോ? ഏത് പുസ്തകം വായിക്കുന്നത്? സങ്കീർത്തനം. ഇവിടെ സുമ ഈരാറ്റുപേട്ട കൃത്യമായിട്ട് പറയും. ഒരു കളങ്കവും ഇല്ലാതെ സങ്കീർത്തനം. സങ്കീർത്തനം വായിക്കാൻ കാരണം അത് ബൈബിള് തുറക്കുമ്പോഴേ കിട്ടുന്ന സംഭവം. അതുകൊണ്ടാണ് ആദ്യം കിട്ടുന്ന വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം. പിന്നെ ചിലർക്ക് സുവിശേഷമാണ് വായിക്കാൻ ഇഷ്ടം. മുടിയമ്പുത്രന്റെ കഥയും നല്ല ശമരിയക്കാരന്റെ കഥയും വിതയ്ക്കുന്നവന്റെ ഉപമയൊക്കെ രസമുണ്ടല്ലോ വായിക്കാൻ, അല്ലേ? എന്നാ ഇന്ന് ഞാൻ വെളിപ്പാട് പുസ്തകമാണ് വായിക്കുന്നത് പറഞ്ഞാൽ വായിക്കാറുണ്ടോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇല്ല. അതെ, അതങ്ങൾ വായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പിടി കിട്ടത്തില്ല. അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? ഇതിനകത്ത് തലയും കൊമ്പും ഇതൊക്കെയാന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടിട്ട് പോകും. ക്രോധകലശു ഇതൊക്കെ എന്നാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഇത് വായിക്കുന്നവൻ ഭാഗ്യവാനാണ്. മനസ്സിലായോ? ബുദ്ധിമുട്ടുള്ളത് ഇന്ന് പോലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇതൊന്ന് വായിച്ചു നോക്കണം. ഇതിനകത്താണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. വെളിപ്പാട് ദിവസം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഭാവി ഭയങ്കര അപകടത്തിലായിരുന്നു. നമുക്ക് അറിയത്തില്ലായിരുന്നു സംഭവം എന്നാ. നമ്മുടെ ഭാവിയെ കുറിച്ച് കൃത്യമായി പ്രവചിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. സ്തോത്രം. വായിക്കുന്നവൻ ഭാഗ്യവാൻ. രണ്ടാമത് ഇവിടെ സൂസസിസ്റ്റ് ഇപ്പൊ വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് വായിച്ച് കേൾപ്പിക്കുന്നവരാരാ? ഭാഗ്യവാന. പ്രമാണിക്കുന്നവനോ ഭാഗ്യവാൻ. അന്നേരം ഈ വെളിപ്പാട് പുസ്തകം തൊട്ടാ വിടുതല. വായിച്ചാ വിടുതല്, വായിച്ച് കേൾപ്പിച്ചാ വിടുതല്, പിന്നെ പ്രമാണിച്ചാ വിടുതൽ.
ഇതുപോലെ വിടുതൽ തരുന്ന ഒരു പുസ്തകം വേറെ ഉണ്ടോ? മനസ്സിലായോ? അന്നേരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾ യു വിൽ ബി ബ്ലസ്ഡ്. നിങ്ങൾ ഭാഗ്യവാന്മാരായി തീരുമെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. മനസ്സിലായോ? സ്തോത്രം. റീഡ്, ഹിയർ ആൻഡ് കീപ്. വായിക്കുക, കേൾക്കുക, പാലിക്കുക. എന്ന് പറഞ്ഞേ, വായിക്കുക, കേൾക്കുക, പാലിക്കുക. മനസ്സിലായോ? ഇനി ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത പറയാൻ പോകും. അത് മനസ്സിലാക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം എടുക്കണം. ദാനിയേൽ പ്രവചനം 12-ന്റെ 4-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും. ഞാൻ തനി മലയാളത്തിൽ തന്നെ അങ്ങ് പറയുന്നു. ഇംഗ്ലീഷ് വേണ്ടിയുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പറഞ്ഞോ. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ ദാനിയേലിനോട് പറയുകയാണ്, ഈ പുസ്തകത്തെ അടച്ച് നീ അതിനെ സീല് ചെയ്തോളാനാ പറഞ്ഞത്. മുദ്രയിടുക. 9-ാം വാക്യം കൂടെ. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. മനസ്സിലായോ? നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. നീ കണ്ട വെളിപ്പാടും നീ കണ്ട ദർശനങ്ങളും ഭാവികാല സംഭവങ്ങളും എല്ലാം നീ അവിടെ എന്തെങ്കിലും സീൽ ചെയ്ത് അങ്ങ് വെച്ചേനെ. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. നീ വെളിപ്പാട് ദിവസം 22-10 വായിച്ചേ. വെളിപ്പാട് ദിവസം 22-10. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ആമേൻ. ദാനിയേൽ ചെയ്തതുപോലെ യോഹന്നാനെ നീ ചെയ്യരുത്. സമയം അടുത്തിരിക്കിയാൽ നീ ഇത് മുദ്രയിടരുത്. മനസ്സിലായോ? ദാനിയേലിന്റെ ശുശ്രൂഷയല്ല യോഹന്നാൻ അപ്പോസ്തലന്റേത്. ഓരോ അഭിഷിക്തന്മാർക്ക് ഓരോരോ നിലയിലാണ് ദൈവം ശുശ്രൂഷ കൊടുക്കുന്നത്. അതുകൊണ്ട് ഓർത്തോണം. പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾക്ക് ദൈവം ഒരു കാലം ഒരുക്കിയിരിക്കുന്നു. എല്ലാം ദാനിയേലിന് വെളിപ്പെടുത്തിയില്ല. സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകത്തിലെ തീം എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയാമോ? വാട്ട് ഈസ് ദ തീം ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ? ആമേൻ. ഇതിന് നേരത്തെ നിങ്ങൾക്ക് ഞാൻ പഴയ സീനിയർ വിദ്യാർത്ഥികൾ കുറച്ച് കാര്യങ്ങൾ അറിയാം. പിന്നെ പുതിയ ആൾക്കാരുള്ളതുകൊണ്ട് അവന് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. സ്തോത്രം. മഹത്വപൂർണനായ ക്രിസ്തു. 1-7 വായിച്ചു. വെളിപ്പാട് ദിവസം 1-7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണോടെ കുത്തി തുളച്ചവരും അവനെ കാണും. ആമേൻ. He is coming with the clouds and every eye will see him. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. സ്തോത്രം. മഹത്വപൂർണനായ ക്രിസ്തു എന്നതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാരാ? ഈ മഹത്വപൂർണനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം വേറെ ആരും പറയുന്നത് കേൾക്കണ്ട. അതിനകത്ത് തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തെ വെളിപ്പാട് പുസ്തകം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അതാണ് കറക്റ്റായിട്ട് വരുന്നത്. അതിനകത്ത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാ മുഴുവൻ. 1-ാം അധ്യായം എന്നെടുത്ത് ഇനി 5-6 വാക്യം വായിക്കാം. ഹൂ ഈസ് ഹി? അവനാരാ? 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും നമ്പർ 1 വിശ്വസ്ത സാക്ഷി. ഈ മഹത്വപൂർണനായ ക്രിസ്തു ആരെ? വിശ്വസ്ത സാക്ഷി, ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. അടുത്തത് മരിച്ചവരിൽ ആദ്യജാതൻ. മനസ്സിലായോ? 3-ാമത്തേത് ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ ഭൂരാജാക്കന്മാർക്ക് അധിപതി. ലോകത്തിൽ ആരെല്ലാം രാജാക്കന്മാരുണ്ടെങ്കിലും യേശു ക്രിസ്തു അധിപതിയാ. നമ്മൾ പാടുമല്ലോ, ലോർഡ് ഓഫ് ലോർഡ്സ്. പിന്നെന്തുവാ?
കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ് പാടിട്ടില്ലേ? ഭൂരാജാക്കന്മാർക്ക് അധിപതി. സ്തോത്രം. ഇന്ന് നമ്മുടെ ഈ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വിശ്വസ്ത സാക്ഷിയായി നമ്മുടെ നടുവിലുണ്ട്. അവൻ മരിച്ചവരിൽ ആദ്യജാതനാണ്. യേശു മരിച്ച പോലെ ആരും മരിച്ചിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റ പോലെ ആരും ഉയർത്തെഴുന്നേറ്റതും. അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് അവിടെ നിർത്തും കേട്ടോ. 1:6. എനിക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ്. 1:6 വായിക്കാമോ? നമ്മെ സ്നേഹിക്കുന്നവനും ഇത് നമ്മുടെ നമ്മോടുള്ള ബന്ധത്തിൽ ഒരു മിനിറ്റ്. യേശു ക്രിസ്തു ആരാണ്? ഈ മഹത്വപൂർണനായ ക്രിസ്തു ആരാണെന്നുള്ളത് നമ്മൾ ഇന്ന് ചിന്തിച്ചു. ആരെ? അവൻ വിശ്വസ്ത സാക്ഷിയാണ്, മരിച്ചവരിൽ ആദ്യജാതനാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. അതാ കർത്താവിന്റെ ഐഡന്റിറ്റി. ഇനി നമ്മോടുള്ള ബന്ധത്തിൽ ഈ കർത്താവ് നമ്മളുമായിട്ട് തന്നെ ബന്ധം. നമ്മെ സ്നേഹിക്കുന്നവൻ. ഒന്ന്, നമ്പർ 1, നമ്മെ സ്നേഹിക്കുന്നവൻ. രണ്ടാമതിന് എഴുതിയിരിക്കുന്നേ, നമ്മുടെ പാപം പോക്കി നമ്മെ ഒന്ന് നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മുടെ പാപം പോക്കുന്നവൻ. മൂന്നാമതോട് എഴുതി വെച്ചിരിക്കുകയാണ്, രക്തത്താൽ വിടുവിക്കുന്നവൻ. നാലാമതോട് എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മെ പുരോഹിതന്മാരും രാജ്യവുമാക്കി തീർക്കുന്നവൻ. മനസ്സിലായോ? രാജ്യം എന്നുള്ള കിങ്സ് എന്ന രാജാക്കന്മാർ എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അന്നേരം നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മുടെ പാപം പോക്കുന്ന കർത്താവ്, രക്തത്താൽ നമ്മളെ വിടുവിക്കുന്ന കർത്താവ്, നമ്മളെ പുരോഹിതന്മാരും രാജാക്കന്മാരുമാക്കി തീർക്കുന്ന കർത്താവ്. അന്നേരം ഈ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കർത്താവുമായിട്ട് ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് മേഘാരൂഢനായിട്ട് വരുമെന്ന, ഹി കംസ് വിത്ത് ക്ലൗഡ്സ്. അവൻ എന്ത് ചെയ്യും? മേഘാരൂഢനായിട്ട് വരും, യാതൊരു സംശയമില്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, എങ്ങനാണോ നമ്മുടെ കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തത് അതുപോലെ മടങ്ങി വരുമെന്നാണ് നമുക്കവിടെ വായിക്കുന്നത്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ആമേൻ. മനസ്സിലായോ? എങ്ങനാണോ കർത്താവ് ഒലിവുമലയിൽ നിന്ന് പരസ്യമായി സ്വർഗാരോഹണം ചെയ്തത് അതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരസ്യമായി വരും. ദൈവസഭയെ ചേർക്കാൻ വരുന്നത് രഹസ്യമായി മധ്യാകാശത്തിലാണ്. എന്നാൽ നമ്മെ ചേർത്തതിന് ശേഷം 7 വർഷം കഴിഞ്ഞ് വിശുദ്ധന്മാരുമായിട്ട് നമ്മുടെ കർത്താവ് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. ആ സമയത്ത് യഹൂദ ഗ്രഹം അവനെ കാണും. മനസ്സിലായോ? ബൈബിളിലെ ശക്തമായ ദൂതെന്ന് പറയുന്നത് യേശു മടങ്ങി വരും. അതാണ് ശക്തമായ ദൂത്. സകലരും അത് അറിയണം, അല്ലേ? സകലരും, കാരണം സകലരും യേശുവിന്റെ വരവ് കാണാൻ പോവുകയാണ്. നമ്മളൊരു പാട്ടൊക്കെ പാടുമല്ലോ, അല്ലേ? സ്തോത്രം. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. തന്റെ കോമേളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിടാം. തന്റെ കോമേളരൂപം കണ്ടാനന്ദിപ്പാൻ
ഒരുങ്ങിടാൻ. യേശുവിനെ വെറുക്കുന്നവരെയും വരവ് കാണും. മനസ്സിലായോ? ജീസസ്. വെളിപ്പാട് ദിവസം 1:7 എന്ന് വായിക്കാമോ? ഒന്നുകൂടെ വെളിപ്പാട് ദിവസം 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. കണ്ടോ? ഉവ്വ് ആമേൻ. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. അത് പദത്തിന് വലിയ പ്രത്യേകത. ഉവ്വെന്ന് പറഞ്ഞാൽ എന്തുവാ? അങ്ങനെ തന്നെ. ആമേൻ എന്ന് പറഞ്ഞാലോ അപ്രകാരം തന്നെ. യാതൊരു മാറ്റവും ഇല്ല. മനസ്സിലായോ? ഒരു മാറ്റവുമില്ലാത്ത ദൂതാണ് യേശു മടങ്ങി വരുമെന്നുള്ളത്. രണ്ട് വാക്യങ്ങളോടൊന്ന് വായിക്കണം. വെളിപ്പാട് ദിവസം 22:7 വായിക്കാമോ? ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ ഐ കം ക്വിക്ക്ലി. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. അതേ അധ്യായം അതിന്റെ 12 വാക്യം വായിച്ചേ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം. നോക്കണേ, കർത്താവ് പറയുകയാണ് ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗം വരുന്നു. This is a general message to all people. എല്ലാവർക്കുമുള്ള പൊതുവായ ദൂതാണിത്. അതുകൊണ്ടാണ് ദൈവദാസന്മാർ ആദ്യ നൂറ്റാണ്ട് മുതൽ പറയുന്ന കർത്താവ് വരുന്നു 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 വരുന്നു. ചിലർ പറയും ഇത്രയും വർഷമായിട്ട് വന്നില്ലല്ലോ എന്ന് വിചാരിക്കും. നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിലുള്ള സമയമാണ്. കർത്താവിനെ 1000 സംവത്സരം ഒരു ദിവസം പോരാ. മനസ്സിലായോ? 1000 സംവത്സരം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു ദിവസം പോലാ. അങ്ങനാണെങ്കിൽ ഈ ദൂത് പറഞ്ഞിട്ടിപ്പോ സ്തോത്രം 2 ദിവസമേ ആയുള്ളൂ. കർത്താവിന്റെ ദൃഷ്ടിയില് വരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്, അല്ലേ? സ്തോത്രം. അന്നേരം കർത്താവ് അനുവദിച്ചാല് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സ്തോത്രം. ലോകം മുഴുവൻ ഭരണാധികാരികൾ ഏകാധിപതികളായി സാമ്രാജ്യത്തിന് അധിപതികളായിട്ടൊക്കെ ഭരിച്ച കാലത്ത് അതൊക്കെ ദൈവം തച്ചുടച്ച് കളഞ്ഞിട്ട് ലോകത്തിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ജനാധിപത്യത്തിലേക്ക് മാറുവാൻ തക്കവണ്ണം ഇടയായി. അവിടെയും സമാധാനമില്ല. അധികം താമസിക്കാതെ സ്തോത്രം ദൈവാധിപത്യമുള്ള ഒരു രാജ്യം ദൈവം സ്ഥാപിക്കും. നമ്മൾ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. ഈ ലോകത്തെ നമ്മൾ ചപ്പന്നും ചവറന്നും എണ്ണു. ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും പുതിയ യെരൂശലേമിന്റെ മുമ്പിൽ സ്തോത്രം ദൈവം നമുക്ക് ഒരുക്കുന്ന നിത്യതയുടെ മുമ്പിൽ അതൊന്നുമില്ല എന്ന് നമുക്ക് പ്രത്യേകാൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആകയാൽ ഏറിയ പ്രത്യാശയോടെ വെളിപ്പാട് ദിവസം നമുക്ക് തുടർന്നും പഠിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.